നമസ്കാരം, IDC വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിപ്പോൾ ഒരു ഫുഡ് വ്ളോഗാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഉള്ളത് പറവൂരാണ്. പറവൂര് എറണാകുളത്തേക്കുള്ള റോഡാണ്. അതായത് പറവൂരിൽ നിന്നും എറണാകുളത്തേക്കുള്ള റോഡിൽ പെരുവാരം ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് ആണ് നമ്മളിപ്പോൾ ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്ന ഹോട്ടലുള്ള. ഞാനിപ്പോൾ ഈ ബസ് സ്റ്റോപ്പിൽ കുറച്ച് നേരം ഇരുന്ന് എന്താണെന്ന് വെച്ചാൽ അവിടെ ഭക്ഷണമൊക്കെ റെഡിയാവുന്നേ ഉള്ളൂ. നമ്മളങ്ങോട്ട് പോയി നോക്കണം. ഈ ഹോട്ടൽ ഇങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാനിന്നിപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഇതേ ഒരു വണ്ടി കേടായിട്ടുണ്ടല്ലോ. ഊണിന് മുമ്പ് എന്തായാലും ഒരു കൈ സഹായമാവും. ആ കൈ വെച്ചോടാ രഞ്ജിത്ത്. പിടിച്ചോ പിടിച്ചോ. വണ്ടി തള്ളാൻ വേറൊരു തന്റെ സഹായം വേണ്ട, ഞാൻ മാത്രം മതി. ഡോക്ടറുടെ വണ്ടിയാണല്ലോ. മല്ലയാ ഞാൻ പോകണേ. എല്ലാരും കൈവച്ചല്ലോ. റെഡിയല്ലേ? റെക്കോർഡിംഗ്. അപ്പോൾ നമുക്കൊന്ന് ഹോട്ടലിലേക്കൊന്ന് പോയി നോക്കാം. ഈ സ്ഥലം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇത് കണ്ടില്ലേ, ഇവിടെ ഹീറോ സ്പെയർസ് ആൻഡ് സർവീസസ് ഒരു ഷോപ്പുണ്ട്. ആ ഷോപ്പ് നോട്ട് ചെയ്യുക. അതിൻ്റെ നേരെ എതിർവശത്താണ് കൈരളി. ഊണ് തയ്യാറെന്നുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. മുകൾ ഭാഗത്താണ് ഊണുള്ളത്. കൈരളി ഹോട്ടലിൻ്റെ ബോർഡെന്നൊക്കെ കവർ ചെയ്തേ കേട്ടോ. അപ്പോൾ കൈരളി ഹോട്ടലിൻ്റെ അകത്തേക്ക് നമുക്കൊന്ന് കയറി നോക്കാം. അവിടെ ഭക്ഷണം റെഡി ആയിട്ടുണ്ടാവാനാണ് സാധ്യത. നമുക്കൊന്ന് പോയി നോക്കാം. എന്തായാലും വണ്ടിയൊക്കെ തള്ളി ക്ഷീണിച്ച് അവശതയായിട്ടായിരിക്കണം. അല്ല, മീൻ വറുത്ത മണം വരുന്നുണ്ട് അത് കയറുമ്പോൾ. ചേച്ചി ഇല്ല, പുറത്തൊക്കെ ഒന്ന് പോയിട്ടേ എടുക്കാൻ പോയതാ. അതിനിടയ്ക്ക് ഒരു വണ്ടി തള്ളാൻ കിട്ടി. വണ്ടി കേടായി പോയി. ഇതാ വെള്ളത്തിൽ പിടയ്ക്കുന്ന ചാള, അത് എണ്ണയിലും പൊരിയുന്ന കാഴ്ചയടിക്കാണ്. ഒപ്പം തിലോപ്പിയയും റെഡി ആയിട്ടുണ്ട്. കക്കയിറച്ചി ഫ്രൈ തയ്യാറായിട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ചേച്ചിയാണെങ്കിൽ ഫുൾ ബിസിയാണ്. വിറകടുപ്പിലുണ്ടല്ലോ, ചെമ്മീൻ ചട്ടി കിടന്നാൽ വേവ്. മറ്റ് ചേച്ചിമാർ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് ഇതാ അപ്പോൾ അങ്ങനെ ചെമ്മീൻ റെഡിയായി. ഇന്ന് എന്തൊക്കെയാ പുഷ്പ വെച്ച ഐറ്റംസ്? എന്തൊക്കെയാന്ന് ഐറ്റംസ്? ചിക്കൻ വറുത്ത, ചിക്കൻ കറി, ചെമ്മീൻ, കക്ക, മോര് കറി, ക്യാബേജ്, സാമ്പാർ, ചാറ്, പപ്പടം, ചാള വറുത്തത്, പിലോപ്പി. നമുക്ക് ചോറിനുള്ള സെറ്റുകളൊക്കെ റെഡിയായി കഴിഞ്ഞു. ചേച്ചി അവിടെ ഇതാ പാഴ്സലൊക്കെ പൊതിയുന്ന തിരക്കിലാണ്. അപ്പോൾ നമുക്ക് ചേച്ചിയോട് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. എന്തായാലും വരാം. പാഴ്സൽ റെഡിയാക്കുകയാണല്ലേ ചേച്ചി? അപ്പോൾ പാഴ്സലൊക്കെ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കോ? അല്ല, ഞാൻ ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ എല്ലാം റെഡിയാക്കി കഴിയുമ്പോൾ പാഴ്സൽ കുറച്ച് റെഡിയാക്കി നേരത്തെ വിളിച്ച് ഓർഡർ ചെയ്തിട്ടാണ്? ഓർഡർ പറഞ്ഞവരൊക്കെ നേരത്തെ സെറ്റാക്കി വെക്കും. അതെ, പിന്നെ വന്നവർ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ വേഗം ശരിയാക്കിക്കോളും. 25 മതി അല്ലേ? ഇഡ്ഡലിയും സാമ്പാറും. അതായിരിക്കും. ചേച്ചി ഈ സ്പെഷ്യലായിട്ടുള്ള ഇത്ര ഐറ്റംസ് ഒക്കെ റെഡിയാക്കൂലേ? അപ്പോൾ ഊണിനൊപ്പം സാധാരണ നമ്മൾ എന്തൊക്കെയാണ് കൊടുക്കാറുള്ളത്? സാധാരണ ഒരു കൂട്ടുകറി, ഒരു തോരൻ, സാമ്പാർ, അച്ചാറ്, പപ്പടം, മോര്, ഇത്രയും ഉണ്ടാവും. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വെച്ചപ്പോൾ കക്കയൊക്കെ ഉണ്ടായിരുന്നല്ലോ. കക്ക അതൊക്കെ സ്പെഷ്യലായിട്ട് സ്പെഷ്യൽ ഐറ്റംസ്. കക്ക, ചിക്കൻ വറുത്തത്, വറുത്തതൊക്കെ. രാവിലെ ഇഡലി, കാപ്പി, ഇഡലി, ദോശ, അപ്പം, ഞാൻ ബോഡി കണ്ടായിരുന്നേ. കടലക്കറി, മുട്ടക്കറി, മുട്ട റോസ്റ്റ്. ഈ ചേച്ചിമാരൊക്കെ ഇവിടെ അടുത്തുള്ളവർ തന്നെയാ? അടുത്തുള്ള സ്വന്തക്കാർ തന്നെയാണ്. ഇത് മീൻകറി. മീൻ എന്ത് മീനാ? മീന് ചാള, മീൻചാറ് ഒക്കെ വെച്ച് സാധാ ഊണിന്റെ ഇത് സാധാരണ ഊണിന്റെ ഒപ്പം കൊടുക്കുന്നത്. ചേച്ചിയുടെ പേരെന്താ ചേച്ചി? സുശീല. ചേച്ചിയുടെ എന്റെ ചേച്ചിയാണ്. അല്ല, എന്റെ പേര് പുഷ്പ. കൺഫ്യൂഷൻ ആയല്ലോ. പുഷ്പ, ഇത് സുശീല. ഇത് പുഷ്പ, അത് സുശീല. അത് ദിവ്യ. ദിവ്യ അനിയത്തിയാണോ? ചേച്ചിയുടെ മോളാണ്. ചേച്ചിയുടെ മോളാണ്. ഇപ്പൊ രണ്ടുപേർക്ക് എടുത്താൽ മതി. ഒരാള് പിന്നെ കഴിച്ചോളൂ. എവിടെ ഇരിക്കണ്ട? അവിടെ ഇരിക്കണം, ഇവിടെ ഇരിക്കണം. നമ്മുടെ പ്ലേറ്റ് ഒന്ന് കാണിച്ചേ. ബീഫ് വന്നേക്കും. ചെമ്മീൻ എന്തുവാ? പിലോപ്പി. ഒരു ചെമ്മീനും കൂടി. ചെമ്മീൻ ഇതുണ്ടോ? ഇതെടുത്തോ, പ്ലേറ്റ് എടുത്തോ.
ഇതിൻ്റെ ഒപ്പം ഇതാ 3 ഐറ്റം ഉണ്ട്. പപ്പടം, പിന്നെ ഒരു തോരനുണ്ട്, അച്ചാറുണ്ട്, ഒരു കറിയുണ്ട്, പിന്നെ മീൻ കറി കോംപ്ലിമെൻ്റ് ആയിട്ടാണ്. പക്ഷേ അതിലൊരു മീനും ഉണ്ട് കേട്ടോ. ഒരു ചാളയുണ്ട് അതിലുണ്ട്. ഇത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം അല്ലേ, ടേസ്റ്റ് നോക്കാം. ഇതാ സ്പെഷ്യൽ എത്തിക്കഴിഞ്ഞു. ചെമ്മീൻ, പിന്നെ ഒരു ബീഫല്ലേ പറഞ്ഞേ? ബീഫാണ്. അത് പ്രത്യേകതയുള്ളതേ നല്ല ക്വാണ്ടിറ്റി ആട്ടോ, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നല്ല ചൂടുണ്ട്, ഫ്രഷാണ്. സൂപ്പറാണ്, ചെമ്മീൻ അടിപൊളിയാണ്. നമുക്ക് ശരിക്കും നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് അല്ലേ? ഇതാ ബീഫ് കുത്തി, കക്കയുണ്ട്, ഓംപ്ലേറ്റ് ഉണ്ട്. കക്ക എടുക്കും, ഒരു കക്ക. സൂപ്പറാട്ടോ, നിരന്നിരിക്കേണ്ട ഐറ്റംസ് എല്ലാം. ഡൈനീഷേ ഇതൊക്കെ ഒന്ന് കവർ ചെയ്തേ. ഒക്കെ വെറൈറ്റീസാണ്. ഞാൻ ഊണ് കഴിക്കുന്നതിൻ്റെ ക്ലോസ് എടുത്തോളാം. അതായത് ചെമ്മീനാണ്. ചെമ്മീൻ എന്താ ഒരു കുറച്ച് എടുത്തിട്ട് അടിപൊളി, സൂപ്പർ ടേസ്റ്റ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. ബീഫ് ബീഫൊന്നുമില്ല, എല്ലാം നമ്മുടെ വീട്ടിലുള്ള സെയിം ടേസ്റ്റാണ്. അത് മാത്രമല്ല വേറെ വ്യത്യാസം കൂടി ഉണ്ട്. ക്വാണ്ടിറ്റി വാങ്ങിക്കും. അങ്ങനെ ചെമ്മീനൊന്നും ഇത്രയും ക്വാണ്ടിറ്റി വരാറില്ല. പിന്നെ കക്ക ഉണ്ടോ? അതായത് കക്ക എന്നിരുന്നത് കക്കയുടെ അളവ് ഉണ്ടോ? സ്പെഷ്യല് മോര്, സാമ്പാർ. അതാ ചേച്ചി മോര് സാമ്പാറൊക്കെ റെഡി ആയിക്കൊണ്ട് ഇങ്ങോട്ട് ചേച്ചി ഞങ്ങൾ എടുത്തോളാം. സുഭദ്രേ, ഇന്ന് ഞാനൊരു സത്യം മനസ്സിലാക്കി. എന്ത്? ജീവിതത്തിൽ ഒരിക്കലും മടുക്കാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി, ഊണൊഴിക്കല്. അടിപൊളി. അപ്പോൾ എന്തായാലും എല്ലാവരും തീർച്ചയായിട്ടും വന്നിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. അപ്പോൾ നമ്മുടെ ഐറ്റംസ് എല്ലാം ടേസ്റ്റ് ചെയ്തു, എല്ലാം ഗംഭീരമാണ്. സ്വാദിൻ്റെ കാര്യം വേറെ ഒന്നും പറയാനില്ല, അത്രയ്ക്ക് ടേസ്റ്റി ഫുഡാണ്. പിന്നെ ക്വാണ്ടിറ്റി അത്രയും നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട് എല്ലാ ഐറ്റവും. എല്ലാവരും തീർച്ചയായിട്ടും ഇതുവഴി ഈ പറവൂർ വഴി കടന്നു പോവുകയാണെങ്കിൽ, ഉച്ചസമയത്തൊക്കെ ഒന്ന് പോവുകയാണെങ്കിൽ ഇവിടെ ഒന്ന് കയറി ഇവിടുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് പോകാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യും. ഇതൊക്കെയാണ് ഈ ഹോട്ടലിലെ വിശേഷങ്ങൾ. പിന്നെ കൂടുതൽ നമുക്ക് ചേച്ചിയോട് ചോദിക്കാം, എൻ്റെ റേറ്റൊക്കെ സാധാരണ റേറ്റ് ആയിട്ടാണ്. സ്പെഷ്യൽ ഐറ്റം എല്ലാം വളരെ സാധാരണ പുറത്തിനേക്കാൾ വളരെ കുറച്ച് റേറ്റുമാണ്, അളവ് കൂടുതലുമാണ്, ടേസ്റ്റും കൂടുതലാണ്. ഇത് മൂന്നുമാണ് എടുത്തു പറയാനുള്ള കാര്യങ്ങൾ. ഡൈനീഷും കഴിക്കുക ഡൈനീഷേ, അല്ലെങ്കിൽ തീരൂല. നമുക്ക് കഴിച്ചിട്ടാവാം ബാക്കി നമുക്ക് ഷൂട്ട് ചെയ്യണത്. പുഷ്പേച്ചി, ഭക്ഷണം നല്ല ഉഗ്രം ഭക്ഷണമാണ്, സൂപ്പർ ഭക്ഷണമാണ്. പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്, അത് എനിക്കറിയുന്ന കാര്യമാണ്, അപ്പോൾ എല്ലാവർക്കും കൂടി ഒന്ന് കേട്ടിരിക്കാൻ വേണ്ട. നമ്മുടെ സാധാരണ റേറ്റുകൾ, കാരണം ഇത്രയും ടേസ്റ്റും ഇത്രയും അളവും ഉള്ള ഫുഡ് തരുമ്പോൾ അതിൻ്റെ റേറ്റിനെ കുറിച്ച് കൂടി നമ്മൾ പറയേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സാധാരണ ഊണിൻ്റെയൊക്കെ റേറ്റ് 40 രൂപ ഊണിന്. പിന്നെ സ്പെഷ്യലിനൊക്കെയോ എല്ലാം 30 രൂപ 20 രൂപ അത്ര ആ റേറ്റുകൾ, അത്ര റേറ്റുകൾ. അപ്പോൾ കേട്ടില്ലേ, ഈ റേറ്റിന് ഇത്രയും നല്ല ടേസ്റ്റി ഫുഡ് കിട്ടാൻ ഒരു സാധ്യതയും ഈ അടുത്തം കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇതുവഴി പോകുന്ന എല്ലാ ആൾക്കാരും നിർബന്ധമായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യണു, ഈ 5 സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിനിടയിൽ ഒരു ഹോംലി മീൽസ് ഇവിടെ വരിക, ഭക്ഷണം കഴിക്കുക. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ, സൈഡിൽ ഒതുക്കിയിടാം. പിന്നെ പറവൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ പെരുവാരം ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്ത് കൈരളി ഹോട്ടൽ, അതാണ് കടയുടെ പേര്. പുഷ്പേജ് ഇവിടെ ഉണ്ടാവും, പുഷ്പേജിൻ്റെയാണ് കട. പിന്നെ എൻ്റെ താഴത്ത് ഉച്ചയ്ക്ക് മാത്രമേ മുകളിലുള്ളൂ, താഴെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം താഴെയും കൊടുക്കും. ശരിക്കും ഞങ്ങൾ ഞെട്ടിപ്പോയത് ഭക്ഷണം കഴിച്ച് ബില്ല് കൊടുത്തപ്പോഴാണ്. 3 പേര് ഭക്ഷണം കഴിച്ചപ്പോൾ വന്നിട്ടുള്ള ബില്ല് 290 രൂപ, ഇത്രയും ലാവിഷായിട്ട് കഴിച്ചിട്ട്. പിന്നെ സ്ഥലം മറക്കണ്ട, നോർത്ത് പറവൂർ എറണാകുളം റോഡിലെ പെരുവാരം ബസ് സ്റ്റോപ്പിന് സമീപമാണ് ഈ ഷോപ്പ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നമസ്കാരം.